ഹായ്, ഗുഡ് മോർണിംഗ്. ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് എന്ന ബികോം 4th സെമസ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റാണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. മൊത്തം 5 മൊഡ്യൂൾസ് ആണ് ഈ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ ആണ് കൺസെപ്റ്റ് ഓഫ് ഓണ്ടർപ്രണർ ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ്. ഫസ്റ്റ് മൊഡ്യൂൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹൂ ഈസ് ആൻ ഓണ്ടർപ്രണർ? ആരാണ് ഒരു ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഓണ്ടർപ്രണർ ഈസ് എ പേഴ്സൺ ഹു ക്രിയേറ്റ്സ്, ഡെവലപ്സ് ആൻഡ് മാനേജസ് ബിസിനസ് എന്റർപ്രൈസ്. ഒരു ബിസിനസ് എന്റർപ്രൈസ് ക്രിയേറ്റ് ചെയ്യുകയും അതിനെ ഡെവലപ്പ് ചെയ്യുകയും അതിനെ മാനേജ് ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിക്കാണ് നമ്മൾ ഓണ്ടർപ്രണർ എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ജെബിസയുടെ ഒരു ഡെഫിനിഷൻ ആണ്, an entrepreneur is one who brings together the factors of production and combine them into a product. പ്രൊഡക്ഷന് വേണ്ട ഫാക്ടേഴ്സ് ഒക്കെ ഒരുമിച്ച് കൂട്ടുകയും അതിനെ ഒരു പ്രൊഡക്റ്റ് ആക്കി മാറ്റുകയും ചെയ്യുന്ന വ്യക്തിക്കാണ് ഓണ്ടർപ്രണർ എന്ന് പറയുന്നത് എന്നാണ് ആ ഡെഫിനിഷനിൽ പറയുന്നത്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്കറിയാം. ഇല്ല, ഒരുപാട് റിസോഴ്സസ് വേണം, ഹ്യൂമൻ റിസോഴ്സസ് വേണം, മെറ്റീരിയൽ റിസോഴ്സസ് വേണം, ലേബർ ഹ്യൂമൻ റിസോഴ്സ് പറഞ്ഞു, അതുപോലെ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ വേണം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് റിസോഴ്സസ് വേണം ബിസിനസ് ചെയ്യാൻ. ഇതൊക്കെ ഒരുമിച്ച് കൂട്ടി അതിനൊരു പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്ന വ്യക്തിക്കാണ് നമ്മൾ ഓണ്ടർപ്രണർ എന്ന് പറയുന്നത്. അപ്പോൾ ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞാൽ ഓണർ ആണെന്ന്, ബിസിനസിന്റെ ഓണർ എപ്പോഴും ഓണ്ടർപ്രണർ ആവണമെന്നില്ല. ബിസിനസ്സിലേക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ, ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്താൽ അയാൾ ഓണറായി, പക്ഷെ അയാൾ ഓണ്ടർപ്രണർ ആവണമെന്നില്ല. ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞാൽ സ്വന്തം ഒരു ഐഡിയ അത് ഡെവലപ്പ് ചെയ്ത് ബിസിനസ് ആക്കി, ഒരു ബിസിനസ് സെന്റർ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആക്കി മാറ്റാൻ കഴിവുള്ള ആളാണ് ഒരു ഓണ്ടർപ്രണർ. അപ്പോൾ ഒരു ഓണ്ടർപ്രണർ എപ്പോഴും ഒരു ഓണർ ആവണമെന്നില്ല, ഒരു ഓണർ എപ്പോഴും ഓണ്ടർപ്രണർ ആവണം എന്നുമില്ല. അപ്പോൾ ആരാണ് ഓണ്ടർപ്രണർ എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓണ്ടർപ്രണർ, ഒരു ഓണ്ടർപ്രണർക്ക് ഉണ്ടായിരിക്കേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രണർക്കുള്ള ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് ആണ് ഓണ്ടർപ്രണർ ബ്രിങ്സ് അബൌട്ട് ചേഞ്ചസ് ഇൻ ദി സൊസൈറ്റി. ഓണ്ടർപ്രണർ സൊസൈറ്റിയിൽ ചേഞ്ചസ് കൊണ്ടുവരും. സൊസൈറ്റിന്റെ ആവശ്യത്തിനനുസരിച്ചുള്ള ഒരു കാര്യം ആവശ്യം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഒരു ആശയത്തെ, ആ ആവശ്യത്തെ ഒരു പ്രൊഡക്റ്റ് ആക്കി മാറ്റുകയാണ് ഓണ്ടർപ്രണർ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഓണ്ടർപ്രണർ ഒരു സൊസൈറ്റിയിൽ ചേഞ്ചസ് കൊണ്ടുവരും. നെക്സ്റ്റ് പോയിന്റ് ആണ് ഓണ്ടർപ്രണർ ഇംപ്രൂവ്സ് ദ ടെക്നോളജി, പ്രൊഡക്ട്സ് ആൻഡ് സൊസൈറ്റി. ഒരു ഓണ്ടർപ്രണർ ടെക്നോളജി ഇംപ്രൂവ് ചെയ്യും, പ്രൊഡക്റ്റ് ഇംപ്രൂവ് ചെയ്യും, അതിലൂടെ സൊസൈറ്റി ഇംപ്രൂവ് ചെയ്യും. അതായത് നിലവിലുള്ള ഒരു ടെക്നോളജി അതിലെന്തെങ്കിലും ചേഞ്ചസ്, പുതുതായിട്ട് എന്തെങ്കിലും കൊണ്ടുവരാൻ ഒരു ഇന്നോവേറ്റീവ് മൈൻഡ് എപ്പോഴും ഒരു ഓണ്ടർപ്രണർക്ക് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അത് വെച്ചിട്ട് അവര് ഇംപ്രൂവ് ചെയ്യും, ടെക്നോളജി ഇംപ്രൂവ് ചെയ്യും, അതോടുകൂടി പ്രൊഡക്റ്റ് ഇംപ്രൂവ് ചെയ്യും, അത് സൊസൈറ്റിയുടെ ഇംപ്രൂവ്മെന്റിലേക്ക് നയിക്കും. തേർഡ് പോയിന്റ് ആണ് ഓണ്ടർപ്രണർ ഈസ് ആക്ഷൻ ഓറിയന്റഡ്. ഒരു ഓണ്ടർപ്രണർ എപ്പോഴും ആക്ഷൻ ഓറിയന്റഡ് ആണ്. അവര് ഗോൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് റിസ്ക് കൊടുക്കും, എത്ര ഹാർഡ് വർക്ക് ചെയ്യാനും അവര് റെഡി ആയിരിക്കും എന്നുള്ളതാണ്. ഫോർത്ത് പോയിന്റ് ആണ് ഓണ്ടർപ്രണർ ഈസ് ക്രിയേറ്റീവ് ആൻഡ് റിസൾട്ട് ഓറിയന്റഡ്. ആൻഡ് ഓണ്ടർപ്രണർ ഈസ് ക്രിയേറ്റീവ് ആൻഡ് റിസൾട്ട് ഓറിയന്റഡ്. ഒരു ഓണ്ടർപ്രണർ ക്രിയേറ്റീവ് ആയിരിക്കും, അതായത് പുതിയ ഒരു മാറ്റങ്ങൾ അല്ലെങ്കിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ ആളുടെ ഒരു ക്രിയേറ്റിവിറ്റി അതിലുണ്ടാവും. അതേപോലെ റിസൾട്ട് ഓറിയന്റഡ് ആയിരിക്കും, അതായത് റിസൾട്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓറിയന്റഡ്. അവരൊരു
എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ടിന് വേണ്ടി എന്ത് റിസ്ക് എടുക്കാനും തയ്യാറാവുന്നവരായിരിക്കും. അടുത്ത പോയിന്റ് ആണ് ഓണ്ടർപ്രണർ ആക്സെപ്റ്റ് റെസ്പോൺസിബിലിറ്റി വിത്ത് എന്തൂസിയാസം ആൻഡ് എൻഡുറൻസ്. താല്പര്യത്തോടുകൂടി, അതാണ് എന്തൂസിയാസം, ആവേശത്തോടുകൂടി റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കും, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും. എന്തൂസിയാസം ആൻഡ് എൻഡുറൻസ് എന്ന് പറഞ്ഞാൽ ക്ഷമയോടുകൂടി, സഹിഷ്ണുതയോടുകൂടി കാര്യങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ് ചെയ്തു തീർക്കും. നെക്സ്റ്റ് പോയിന്റ് ആണ് ഓണ്ടർപ്രണർ ഈസ് ബോത്ത് തിങ്കർ ആൻഡ് ഡൂയർ ആൻഡ് പ്ലാനർ ആൻഡ് വർക്കർ. ഒരു ഓണ്ടർപ്രണർ എപ്പോഴും തിങ്കർ ആണ്, അതേപോലെ ആ ചിന്തിക്കുന്നതനുസരിച്ച് ചെയ്യുന്ന ആളുമാണ്. വെറുതെ ചിന്തിച്ചിരിക്കല്ല, ചിന്തിച്ചിട്ട് അതിനനുസരിച്ച് ചെയ്യുന്ന ആളാണ്. അതേപോലെ നല്ല പ്ലാൻ ചെയ്യുന്ന ആളാണ്, പക്ഷെ പ്ലാൻ ചെയ്ത് അവിടെ മാറി നിൽക്കില്ല, അത് ആ പ്ലാൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യുന്ന ആളാണ്. ഒരു ഓണ്ടർപ്രണറെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് ആണ് ഓണ്ടർപ്രണർ ഓൾവേസ് ലുക്ക് ഫോർ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് എക്സ്പ്ലോയിറ്റ് ദം ഫോർ എക്കണോമിക് ബെനിഫിറ്റ്. അതായത് എപ്പോഴും ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് അവര് നോക്കുന്നത്. എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി സൊസൈറ്റിയിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ആവശ്യങ്ങളാണ്. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം കൺസ്യൂമറിന്റെ വാണ്ട്സ് ആൻഡ് നീഡ്സ് മനസ്സിലാക്കിയിട്ട് അവിടെയാണ് ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളത്. ഒരു ആവശ്യം ഉണ്ടാവുമ്പോഴാണ് ഒരു എന്റർപ്രണറെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മറ്റുള്ളവരുടെ ആവശ്യം എന്നുള്ളത്. ആ ഓപ്പർച്യൂണിറ്റി കണ്ടെത്തിയിട്ട് അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുക, അതിൽ നിന്ന് എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു ഓണ്ടർപ്രണറുടെ പ്രത്യേകത. നെക്സ്റ്റ് പോയിന്റ് ആണ് ഓണ്ടർപ്രണർ ബിൽഡ്സ് ആൻ എന്റർപ്രൈസ്. ഓണ്ടർപ്രണർ ഒരു എന്റർപ്രൈസ്, ഒരു ബിസിനസ് സ്ഥാപനം ഉണ്ടാക്കുന്ന ആളാണ് ഓണ്ടർപ്രണർ എന്ന് പറയുന്നത്. ഓണ്ടർപ്രണർ ഫൈൻഡ്സ്, നെക്സ്റ്റ് പോയിന്റ് ആണ് ഓണ്ടർപ്രണർ ഫൈൻഡ്സ് റിസോഴ്സസ് റിക്വയർഡ് ഫോർ എക്സ്പ്ലോയിറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ്. നേരത്തെ പറഞ്ഞു ഓപ്പർച്യൂണിറ്റി കണ്ടെത്താൻ, ആ ഓപ്പർച്യൂണിറ്റി കണ്ടെത്തിയിട്ട് അതിന് വേണ്ട റിസോഴ്സസും കണ്ടെത്തുന്ന ആളാണ് ഓണ്ടർപ്രണർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് ആണ് ഓണ്ടർപ്രണർ ക്രിയേറ്റ്സ് ക്യാപിറ്റൽ. ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യാൻ വേണ്ട വിവിധ ക്യാപിറ്റൽ, ഇന്റലിജൻസ് ഒക്കെ ഒരു ക്യാപിറ്റൽ ആയിട്ട് പറയാം, പക്ഷെ അതിന് പുറമെ ഫിനാൻഷ്യൽ ക്യാപിറ്റലും ഇയാൾ കണ്ടെത്തും. നെക്സ്റ്റ് പോയിന്റ് 10 പോയിന്റ് നിലവിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 11ാമത്തെ പോയിന്റ് ആണ് ഓണ്ടർപ്രണർ ഡസ് എക്സ്ട്രാ ഓർഡിനറി തിങ്സ് ആസ് എ ഫങ്ഷൻ ഓഫ് വിഷൻ, ഹാർഡ് വർക്ക് ആൻഡ് പാഷൻ. അതായത് ഒരു ഓണ്ടർപ്രണർ അയാളെ ഹാർഡ് വർക്കിന്റെയും അയാളുടെ വിഷൻ, കാഴ്ചപ്പാടിന്റെയും അല്ലെങ്കിൽ അയാളെ പാഷൻ, ആ ബിസിനസ് ചെയ്യാനുള്ള ആ പാഷന്റെയും ഭാഗമായിട്ട് എക്സ്ട്രാ ഓർഡിനറി, അസാധാരണമായ കാര്യങ്ങളൊക്കെ അയാൾക്ക് ചെയ്യാൻ കഴിയും. ഒരു മനുഷ്യന് ക്യാപ്പബിൾ അല്ല എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ വരെ ചെയ്യാൻ അയാളുടെ ആ ഹാർഡ് വർക്കും വിഷനും പാഷനും ഒക്കെ അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കും എന്നുള്ളതാണ്. ലാസ്റ്റ് പോയിന്റ് ആണ് എ ക്ലവർ ഓണ്ടർപ്രണർ ഡസ് നോട്ട് ടേക്ക് ഹയർ റിസ്ക്, ഹി ടേക്സ് മോഡറേറ്റ് ആൻഡ് കാൽക്കുലേറ്റഡ് റിസ്ക്. ഒരിക്കലും ഒരു ക്ലവർ, ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഓണ്ടർപ്രണർ ഹൈ റിസ്ക് ഏറ്റെടുക്കില്ല. കാരണം ഒരു ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞാൽ ഒരു സ്പെക്കുലേറ്റർ അല്ല, ഒരു കച്ചവടക്കാരനല്ല. അയാള് റിസ്ക് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു ആവറേജ് റിസ്ക് എടുക്കുന്ന ആളാണ് ഒരു നല്ല ഓണ്ടർപ്രണർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഇത്രയൊക്കെയാണ് ഒരു ഓണ്ടർപ്രണർക്ക് ഉണ്ടാവേണ്ട ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി ടൈപ്സ് ഓഫ് ഓണ്ടർപ്രണർ ആണ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്ന് ഓണ്ടർപ്രണർ ആരാണെന്ന് പറഞ്ഞത്, ഓണ്ടർപ്രണർ ഇസ് എ പേഴ്സൺ ഹൂ ക്രിയേറ്റ്സ്, ഡെവലപ്പ് ആൻഡ് മാനേജ് ബിസിനസ് എന്റർപ്രൈസ്.
ഒരു ബിസിനസ് എന്റർപ്രൈസ് ഉണ്ടാക്കിയിട്ട് അതിന്റെ ഡെവലപ്മെന്റും അതുപോലെ അതിന്റെ മാനേജ്മെന്റ് ഒക്കെ ചെയ്യുന്ന ആളാണ് ഓണ്ടർപ്രണർ. അപ്പോൾ കാര്യങ്ങളൊക്കെ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. താങ്ക് യു.